എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ച നമ്മളുടെ സ്പെഷ്യൽ കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യല് ചാളി കൂർക്കും കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ്. അതിലേക്ക് വേണ്ടതായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വേപ്പില, പുളി, ഉലുവ, പച്ചമുളക്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല. ഇതൊക്കെയാണ് നമ്മുടെ ഈ മീൻകറിക്ക്, ചാളി കൂർക്കും കൂടിയുള്ള മീൻകറിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം അതിന് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ച് അതും ഇന്നതിന് വേണ്ടി നമ്മളൊരു പുതിയ ചട്ടിയാണ് ഇന്നത്തേക്ക് ഉപയോഗിക്കുന്നത്. അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. തീ ഒന്ന് ചൂടായിട്ട് ചട്ടിയിലേക്ക് ഇതാക്കാന്ന് വെച്ചിട്ടാണ്. കട്ടി അപ്പൊ നമ്മള് മീൻകറി വെക്കാൻ വേണ്ടി ഇതേ സ്റ്റൗ കത്തിച്ച് ഇന്ന് ഒരു പുതിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടാ. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മളതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ആദ്യം ഇടുന്നത് ഉലുവയാണ്. വെളിച്ചെണ്ണ ഏകദേശം മൂത്ത് നല്ലോണതായി, അല്ലെങ്കിൽ അത് ശരിക്കും പൊട്ടില്ല. അപ്പൊ അതിലേക്ക് ഞാൻ ഉലുവിട്ടിരിക്കുകയാണ്. ഒന്ന് പൊട്ടി വരട്ടെ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിത്തിരി ഉലുവ ഇട്ടുണ്ട്. ആ ഉലുവ ഒരുവിധം പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഉലുവയാണ് ആദ്യം ഇട്ടത്. കടുക് ഇട്ടിട്ടില്ല കേട്ടോ, ഉലുവയാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് അതിനെ മൂപ്പിക്കുകയാണ്. പുതിയ ചട്ടിയാണ് നമ്മൾ ഇന്ന് എടുത്തത്. മൂത്ത് വരണേ ഉള്ളൂ. അതിൻ്റെ ഒരു കളർ അങ്ങോട്ട് മാറണം, എന്നാലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു വെളുത്തുള്ളി അങ്ങനെ കടിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അതിലേക്ക് ഞാൻ നിങ്ങളോട് സബോള പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സബോളയും കൂടി നമ്മൾ ഒരു സബോളയും കൂടി എടുത്തിട്ടുണ്ട്. ബാക്കി അതിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഉലുവ ആദ്യം പൊട്ടിച്ചു. ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു. അതിനുശേഷം നമ്മൾ ഒരു സബോളയാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഒരു സബോള ഏകദേശം നന്നായിട്ട് വഴന്നു. അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഇടുന്നു കേട്ടോ. അപ്പം ആദ്യം ഉലുവ പൊട്ടിച്ചു, അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഇട്ടു. പിന്നെ ഒരു സബോള ഞാൻ എടുത്തു. ആ ഒരു സബോള എടുത്തു. അതൊന്ന് വഴന്നതിന് ശേഷം ഒരു തക്കാളി ഇട്ടു. തക്കാളി ഏകദേശം വഴന്നതിന് ശേഷം മാത്രം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. അപ്പം തക്കാളി വഴന്നു. അതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളകും വേപ്പിലയും ഇടാം കേട്ടോ. കുറച്ച് വേപ്പില നമുക്ക് ഇടാം, പിന്നെ ലാസ്റ്റ് കുറച്ച് വേപ്പില ഇട്ടാൽ മതി. വേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഏകദേശം ചൂടായ പോലെ. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കുകയാണ്. അത് ഞാൻ അതിലേക്ക് ഇത്തിരി ഫിഷ് മസാല ഇടുന്നുണ്ട്. ഒരു സ്പൂൺ ഫിഷ് മസാല,
ഞാനിപ്പോ 1.5 കിലോ ചാളയാണ് എടുത്തത്. 1.5 കിലോ ചാളി, പിന്നെ 1 കിലോ കൂർത്ത്, അതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ അളവാണ് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കുട്ടികളുള്ളത് കൊണ്ട് നമ്മളത് അധികം വെക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഫിഷ് മസാല ഞാൻ ചേർത്തു. പിന്നെ സ്പൂണിന്റെ വലിപ്പം ഇതാണ്. ഇതുകൊണ്ട് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ചാറ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കട്ടി ഇത്തിരി കിട്ടാൻ വേണ്ടിയിട്ട്. മല്ലിപ്പൊടി അതുകൊണ്ട് 3 സ്പൂണ് മല്ലിപ്പൊടി. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഇതുകൊണ്ട് കണ്ടോ 2 സ്പൂൺ മുളക് പൊടി. 2 സ്പൂണല്ല, ഒരു ഹാഫ് കൂടി ഇടുന്നുണ്ട് മുളക് പൊടി. അതൊക്കെ കൂടി ഒന്ന് അതിലേക്ക് ഒരു തൊണ്ട് കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു. മുളകിൻ്റെ പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ പച്ചതൊക്കെ പോയി. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കണേക്കാട്ടി മുന്നേ നമുക്കിതേ പുളി, ഇത്ര പുളി ഇട്ടുണ്ട്, വെള്ളം ചേർത്ത് തിളപ്പിക്കാം. വെള്ളം ചേർത്ത് ഇനി അതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് പുളിയൊക്കെ ചേർത്തത് നന്നായി തിളച്ചു. ഈ കറിയിലത്തെ ചാറ് നന്നായി തിളച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം. ഉപ്പ് എനിക്ക് 2 പ്രാവശ്യം എനിക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ ശരിയാവില്ല. എന്നാലും ഞാനിപ്പോൾ 1 പ്രാവശ്യം ഇട്ടുണ്ടോ ഉപ്പിട്ടു. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ തിളച്ച മസാലയുടെ ഇത് ചാറിലേക്ക് ഈ കൂർക്ക നമ്മൾ ഇടണം കേട്ടോ. ഉപ്പിട്ട് വേവിച്ച് വെച്ച കൂർക്ക ഇടണം. നമ്മുടെ മസാല കൂർക്കിട്ടിട്ട് കൂർക്കൊക്കെ തിളച്ചു. നമ്മളതിലേക്ക് ഇട്ട മറ്റേ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ പറയാം. ആദ്യം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഉലുവിട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനെന്ന് അരിഞ്ഞത് അതൊക്കെ ഒന്നിട്ട് വഴറ്റി. അതിലേക്ക് കുറച്ച് സബോള നമ്മളിട്ടു. സബോള വഴന്നതിന് ശേഷം തക്കാളി ഇട്ടു. തക്കാളി വഴറ്റിയതിന് ശേഷം കുറച്ച് പച്ചമുളകും വേപ്പിലും ഇട്ടു. അതിലേക്ക് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് തിളച്ചതിന് ശേഷം അതിലേക്ക് കൂർക്കിട്ടു. ഇപ്പോൾ കൂർക്കിട്ട് തിളച്ചു. ഇനി അതിലേക്ക് നമ്മൾ ചാള ഇടണം കേട്ടോ. ചാള ഇട്ടിട്ട് അധികം നേരം ചാള ഒന്ന് വേവാനുള്ളത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ കൂർക്ക വേവിച്ചതാണ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഉപ്പിട്ടിട്ട് കൂർക്ക വേവിച്ചുണ്ടായി. അപ്പം അതിലേക്ക് ചാള ഇടാണ്. ചാളയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. ചാള ഇട്ടിട്ട് വേവട്ടെ ചാള. നമ്മുടെ മീൻകറി ഇതാ റെഡിയായി. കൂർക്കയും മീനും കൂടിയുള്ള ചാളയും കൂടിയിട്ടുള്ള കറിയാണ്. ഇപ്പൊ വെന്ത് എല്ലാം റെഡി പാകമായിട്ടാണ്. ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ തെമ്പാല് ഒഴിക്കുകയാണ്. ഒരു നാളികേരപ്പാൽ ഒഴിച്ചു. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലും കൂടി ഇട്ടു. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യല് ചാളയും കൂർക്കും കൂടിയുള്ള കറിയാണ്. കറി റെഡി ആയി കഴിഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഞങ്ങള്.
ഇനി നിങ്ങളും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ അതേ മീൻകറി റെഡി ആയിട്ടാ. അടിപൊളിയായിട്ടുള്ള മീനും കൂർക്കും കൂടിയുള്ള കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ. ഇതാണ്. പിന്നെ ഒരു ചെറിയ ഉപ്പേരി ഉണ്ട്. അപ്പൊ മീൻകറി ഒന്ന് ഞാൻ വെക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ, നിങ്ങൾ വെച്ച് നോക്കുക, അഭിപ്രായം പറയാം. ഓക്കെ.